السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ സർവ വിഷയങ്ങളും അനിവാര്യമായി അറിയേണ്ട കാര്യങ്ങളൊക്കെ നാം പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത കുറേ അറിവുകളും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ടതുണ്ട്. മറ്റ് മതങ്ങളെപ്പോലെയല്ല ഇസ്ലാമിൻ്റെ മതം. ഇസ്ലാം എന്ന് പറയുന്ന മതം അതാരോ അവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പറയുന്നതല്ല. അള്ളാഹുവാണ് ഇസ്ലാം ദീനിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തരുന്ന ആൾ. അള്ളാഹുവിൻ്റെ പങ്കില്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടിയതല്ലാതെ ആരെങ്കിലും എത്ര വലിയ ആളായാലും അവർ സ്വന്തമായി പറയുന്ന സംഗതികളൊന്നും ഇസ്ലാമിൻ്റെ വിഷയങ്ങളായി പറയാൻ പറ്റില്ല. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ആ വിഷയങ്ങൾ ഒന്നും തന്നെ നേരിട്ട് അള്ളാഹു കൊടുക്കുന്നില്ല. അതിന് അള്ളാഹു സ്വീകരിച്ച രീതി ആദം നബി അലൈഹിസ്സലാം തൊട്ട് അവസാനത്തെ നബിയായ നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അമ്പിയാക്കൾ, അവരിലൂടെയാണ് ഇസ്ലാമിൻ്റെ സർവ്വ കാര്യങ്ങളും ഈ ലോകത്തേക്ക്, മനുഷ്യലോകത്തേക്ക് അള്ളാഹു കൊടുക്കുന്നത്. നമ്മുടെ നബിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ രൂപം അവതരിക്കപ്പെട്ടു. അതിൻ്റെ മുമ്പ് ഓരോ നബിമാരുടെ കാലത്തും ആ കാലഘട്ടത്തിനനുസരിച്ച ആശയങ്ങളാണ് അള്ളാഹു ലോകത്തേക്ക് അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇനി മനുഷ്യന് പിന്നിൽ പൂർത്തീകരണം വരാനില്ല. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പരിപൂർണതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇനി മറ്റൊരു വിഷയം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും കുറവ് അത് കൂട്ടിക്കൊടുക്കൽ പോലത്തെ സംഗതികളൊന്നും വരാനില്ല. അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു. അതിൻ്റെ വിശ്വാസകാര്യങ്ങൾ ധാരാളമുണ്ട്. അത് ശരിയായില്ലെങ്കിൽ ആ വിശ്വാസത്തിൽ തെറ്റിപ്പോയ പഴച്ച ആളുകൾ ഒരു വിഭാഗം
അടിത്തറ തന്നെ നിഷേധിച്ച് കളഞ്ഞ കൂട്ടർ. അവർ ആദ്യം തന്നെ നാം ഇസ്ലാമിൻ്റെ പുറത്തുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുക. ഇനി ചെറിയ ചെറിയ പാകപ്പഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിപൂർണമായി അവർ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിൽ പുറത്തു പോയിട്ടില്ല. എന്നാൽ അങ്ങനത്തെവരെ കുറിച്ച് നമ്മൾ മുബത്തദിഉകൾ എന്നും പറയും. അവർ പുത്തൻ ആശയക്കാരാ. ഇത് രണ്ടും ഇന്ന് ലോകത്ത് എമ്പാടുമുണ്ട്. ഇതൊക്കെ വേർതിരിച്ച് നാം അറിഞ്ഞിരിക്കണമല്ലോ. അത് സാധാരണക്കാർക്ക് വരെ അറിയൽ ആവശ്യമായ സംഗതികൾ നാം അറിയിച്ചു കൊടുക്കണം. ഇനി അതേപോലെ തന്നെ അത് കൽബുകൊണ്ടുള്ള വിശ്വാസകാരികളെ പറഞ്ഞ് ഇനി നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതും ധാരാളമുണ്ട്. അതിൽ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്നീ 4 മദ്ഹബുകൾ അത് ലോകത്ത് സംശുദ്ധമായി പരിശുദ്ധമായി എന്നാൽ ഏറ്റവും സെറ്റ് എല്ലാ സംഗതികളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 4-ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചേ ഇന്ന് പറ്റുള്ളൂ. റസൂലുള്ളാഹിൻ്റെ കാലത്ത്, സ്വഹാബത്തിൻ്റെ കാലത്ത്, താബീങ്ങളുടെ കാലത്തൊക്കെ ധാരാളം ആളുകൾ, ആലിമീങ്ങൾ അതറിയുന്നവരുണ്ടായിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ തുഫയിൽ പറഞ്ഞു കാണാം, അന്നത്തെ ആളുകൾക്ക് എന്ത് വിഷയം ചോദിച്ചു പഠിക്കുക, ആരോടും ചോദിക്കാൻ സൗകര്യമുണ്ട്. ഇന്നത് കാലങ്ങൾ കഴിഞ്ഞപ്പം ആലിമീങ്ങൾ കുറഞ്ഞു വന്നു, സാധാരണക്കാർ കൂടി വന്നു. ഇങ്ങനെ ആയപ്പോൾ സാധാരണക്കാർക്ക് അറിയണമെങ്കിൽ നല്ല തക്കതായ അനുസരിക്കാൻ പറ്റുന്ന നല്ല പ്രാപ്തരായ ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ, അവരനുസരിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും പറഞ്ഞു കേട്ടൊക്കെ വിശ്വസിക്കാനും ആരെങ്കിലും പറഞ്ഞു കേട്ട അനുസരിച്ചൊക്കെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ സംഗതികളും അതേപോലെ ഇസ്ലാമിൻ്റെ എല്ലാ ആയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ് നബിതങ്ങളുടെ ഹദീസിൽ പ്രധാനമായും ഉള്ളത്. അപ്പോൾ ഹദീസ് സംബന്ധമായുള്ള അറിവ് തുടങ്ങി 4-5 വിഷയങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നടക്കും. ആലിമീങ്ങൾക്കും മുത്തആലിമീങ്ങൾക്കും അല്ല ഇത്. അവർക്ക് പഠിക്കാൻ പ്രത്യേകം സ്ഥാപനങ്ങൾ റസൂലുള്ളാഹിയുടെ കാലം മുതൽ നടന്നു വരുന്നുണ്ട്. എന്നും പള്ളി ദർസുകൾ, അറബിക് കോളേജുകൾ തുടങ്ങി ധാരാളമുണ്ടല്ലോ. പക്ഷേ സ്ത്രീകൾ അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ, ഇസ്ലാമേതര വിഷയങ്ങൾ പഠിക്കാൻ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. അതിനൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുമുണ്ട്. അപ്പോഴേക്ക് ഇസ്ലാം തേഞ്ഞ് പോവുകയാണ്. ആ ഒരു പരിസ്ഥിതി വരാതെ ഇസ്ലാമിനെയും സൂക്ഷിച്ച് നിർത്താൻ ആവശ്യമായ അറിവ് അവർക്ക് നാം കൊടുക്കണം. അത് നിർബന്ധമാണ്. അത് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ അഹ്സനിയാണ് ജാമിഅ ഇഹ്യാഉസ്സുന്നയിൽ നിന്ന് അഹ്സനി ബിരുദം നേടിയ മഹാനവറുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ബഹറുൽ ഉലൂമായിരുന്ന വക്കായ ഉസ്താദിൻ്റെ അരികിൽ നിന്ന് ഓതി പഠിക്കാനും അള്ളാഹു വലിയ തൗഫീഖ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദുമാരിൽ ബഹുമാനപ്പെട്ട വലിയ നമ്മുടെ ജമിയത്തുൽ ഉലമായുടെ അധ്യക്ഷൻ കൂടിയായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, നമ്മോട് വിട പറഞ്ഞ വൈലത്തൂർ ബാബു ഉസ്താദ് തുടങ്ങിയവരൊക്കെ അവരുടെ ഉസ്താദുമാരാണ്. അവരാണ് ഈ ക്ലാസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് വളരെ ഫലപ്രദമാണ് എന്നല്ല, നമുക്ക് അതൊക്കെ പഠിക്കൽ നിർബന്ധമായ സംഗതികളാണ് ക്ലാസ്സിൽ പ്രതിപാദിക്കുക.
കൊണ്ടോട്ടി നമ്മുടെ സ്ഥാപനമായ ബുഖാരി ആ സ്ഥാപനം ആസ്ഥാനമായാണ് നടക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, പുരുഷന്മാർ, സഹോദരിമാരായ സ്ത്രീകളും ഇടകരലോ ചേരലോ ഒന്നും കൂടാതെ അവർക്ക് രണ്ടു കൂട്ടർക്കും വെവ്വേറെയായി ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംശയങ്ങൾ തീർക്കാനും എല്ലാ വിഷയത്തിലും ഒരു ശുദ്ധമായ അറിവ് നേടാനും ഈ ക്ലാസ് പൂർണ്ണമായും പര്യാപ്തമാണെന്ന് പറയേണ്ടതില്ല. ആ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുത്ത് ഇത് വലിയൊരു സംഭവമാക്കി മാറ്റണം. കാരണം കേരളമല്ലാത്ത രാജ്യത്ത് ഒരറിവുമില്ലാത്ത സ്ഥിതിയാണത്. എന്നാൽ അത് ഉള്ള അപേക്ഷിക്കുമ്പോൾ കേരളത്തിൽ ചെറിയവരേതൊക്കെ ഉണ്ട്, എന്നാലും ആ അറിവ് എവിടേക്കും എത്തുന്നില്ല. അതുകൊണ്ട് ഒരു വിശാലമായ അറിവ് തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഈ യത്നം അള്ളാഹു വിജയിപ്പിക്കട്ടെ, പൂർത്തിയാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.